നമ്മൾ ഈ സർക്കാർ ജീവനക്കാരെയൊക്കെ തീറ്റിപ്പോറ്റുന്നുണ്ടല്ലോ, അവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ആളുകൾ, MLA-മാര്, മന്ത്രിമാര് നമുക്ക് മറക്കാൻ പറ്റുമോ? അപ്പൊ അവർക്ക് ശമ്പളം പോരാന്നൊരു പരാതി നേരത്തെ ഉള്ളതാ. അവര് തന്നെ പറഞ്ഞതാ, ഞങ്ങൾക്ക് ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ലെന്ന്. മനസ്സിലായില്ലേ? ഒരു മന്ത്രിക്ക് 97,429 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ഈ ബാറ്റയുടെ ചെരുപ്പിന് വിലയിടുന്ന പോലെ 1,00,000 അങ്ങോട്ട് തികച്ചിട്ടില്ല. അതിന് തൊട്ട് താഴെ നിൽക്കും. പിന്നെ കൂടാതെ ധാരാളം അലവൻസ് ഉണ്ട്, TA ഉണ്ട്, DA ഉണ്ട്, മറ്റു പല പല കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഉണ്ട്. MLA-ക്ക് കിട്ടുന്നതോ 70,000 രൂപ ശമ്പളം. നമുക്ക് വിചാരിക്കും വലിയ തുകയാണെന്ന്. ഒരു MLA-ക്ക് ഇത് വല്ലതും വലിയ തുകയാണ്. ഇതുകൂടാതെ ഈ പറഞ്ഞ പോലെ TNDA കൊണ്ട് കേട്ടോ. പിന്നെ പലിശയില്ലാതെ 10 ലക്ഷം രൂപ കിട്ടും കാർ വാങ്ങിക്കാൻ. ഇന്നോവ കാർ ഇല്ലാത്ത ഒരു MLA നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ വല്ലപ്പോഴേക്ക് നിയമസഭയിലൊക്കെ പോയി നിൽക്കുന്നതാ. 3-4 പേര് കാണും, അല്ലെങ്കിൽ 4-5 പേര് കാണും. ബാക്കിയുള്ളവരൊക്കെ ഇന്നോവയിലാ വരുന്നത്. കാര്യം എന്തുവാ? പലിശയില്ലാതെ 10 ലക്ഷം രൂപ കിട്ടുന്നത്. നമുക്കൊക്കെ ഒരു കാർ വാങ്ങിക്കാൻ ആഗ്രഹം കാണും, ലോൺ എടുക്കുക, അതിന്റെ അടവടച്ചു തീർക്കുകയും ചെയ്യാം. പക്ഷെ ഈ മുടിഞ്ഞ പലിശയാ, അതുകൊണ്ടാണ് നമ്മൾ അതിന് പോകാത്തത്. ഇവിടെ പലിശ ഇല്ലാതെ കിട്ടുന്നത് 10 ലക്ഷം രൂപ. പിന്നെ ഇന്നോവ കാർ വാങ്ങിക്കുന്നതിന് എന്തുവാ? പിന്നെ TADA, പെട്രോൾ അലവൻസ്, ഇതെല്ലാം കിട്ടും. വീട് വെക്കണോ? ചെറിയൊരു പലിശയ്ക്ക് 20 ലക്ഷം രൂപ കിട്ടും. പിന്നെ എങ്ങനെയെങ്കിലും ഒരു 8-10 ലക്ഷം രൂപ ഉണ്ടാക്കിയാൽ നല്ല മനോഹരമായിട്ടൊരു വീട് ഉണ്ടാക്കാം. നമ്മളെ സേവിക്കുന്നതിന് ഇങ്ങനെ അല്ലറ കാര്യങ്ങളൊക്കെ MLA-മാർക്കും മന്ത്രിമാർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ പോരാ, അങ്ങനെ അവർക്ക് കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, പ്രജകൾ ജീവിക്കുന്ന ഒരു നിലവാരത്തിലും സ്റ്റാൻഡേർഡിലും ഒക്കെ വേണ്ടേ MLA-മാരും മന്ത്രിമാരും ഒക്കെ കഴിയാൻ?